വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരളത്തിലെ സഹകരണ മേഖല സാധാരണക്കാർക്ക് എന്നും ആശ്രയ കേന്ദ്രമാണെന്ന് കെ മുരളീധരൻ എം പി. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകി പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും സഹായിക്കുന്നതിൽ സഹകരണ സംഘങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ദേശസാൽകൃത ബാങ്കുകൾ പോലും ചിലപ്പോൾ സാധാരണക്കാരുടെ വായ്പാ ആവശ്യങ്ങൾ നിഷേധിക്കുമ്പോൾ അവർക്ക് അത്താണിയാവുന്നത് സഹകരണ സംഘങ്ങളാണ്. വായ്പകൾക്ക് കൃത്യമായ തിരിച്ചടവ് ഉറപ്പുവരുത്തി സഹകരണ മേഖലയെ സംരക്ഷിക്കേണ്ടത് ഇടപാടുകാരുടെ ഉത്തരവാദിത്തം കൂടിയാണെന്ന് കെ മുരളീധരൻ എം പി അഭിപ്രായപ്പെട്ടു. വടകര ടൗൺ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ ഇടപാടുകാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളിലും സഹകരണ പ്രസ്ഥാനങ്ങൾ സമ്പന്നർക്കാണ് അതുകൊണ്ട് സഹായമെങ്കിൽ സാധാരണക്കാരന് സഹായം ലഭിക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഒരു വിപുലമായ ഒരു കേന്ദ്ര നിയമം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേരളം എതിർക്കാനുണ്ടായ കാരണം അതൊരിക്കലും രാഷ്ട്രീയ കാരണമല്ല. നേരെ മറിച്ച് ഇങ്ങനെയുള്ള കേന്ദ്രീകൃത നിയമം വരുമ്പോൾ ഇപ്പോഴും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇന്നത്തെ സഹകരണ പ്രസ്ഥാനത്തിന് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം നമുക്ക് എല്ലാ രംഗത്തും മുന്നോട്ട് പോയതുകൊണ്ട്, എല്ലാ രംഗത്തും മുന്നേറിയതുകൊണ്ട് ഒരു പൊതു നിയമം വരുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ക്ഷീണമാണ് സംഭവിക്കുക. സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ അധ്യക്ഷത വഹിച്ചു. ഞങ്ങളിന്ന് വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ സംഗമം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടപാടുകാർ വിശ്വാസപൂർവ്വം ഞങ്ങളെ പണം നിക്ഷേപിക്കാനും അതുപോലെ തന്നെ പണം കൊണ്ടുവന്ന് ചേർത്ത് തരാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന അതേ അവസരത്തിൽ തന്നെ ആവശ്യക്കാർക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാവിധ സഹായങ്ങൾ, വായ്പകൾ, അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ ഈ സംഘത്തിൽ നിന്ന് കൊടുത്തു വരുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വായ്പകൾ വാങ്ങിയ സുഹൃത്തുക്കൾ വളരെ കൃത്യമായി കൃത്യമായി അടയ്ക്കുന്നുണ്ട്. ചിലതൊക്കെ ചില വീഴ്ചകളൊക്കെ വരുന്നുണ്ട്. അടവിലുള്ള വീഴ്ച വരുന്ന സമയത്ത് പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം, അത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടം 2020 മാർച്ച് മുതൽക്ക് ഇങ്ങോട്ട് തുടങ്ങിയ സമയത്തുള്ള ഒരു സ്തംഭനാവസ്ഥ, ലോകം മൊത്തം സ്തംഭനാവസ്ഥയിലായ സമയമാണ്. അതിൻ്റെ ചെറിയ ചില കോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ നേരിട്ട് അവരെ ബന്ധപ്പെട്ട് ഒരു നല്ല രീതിയിൽ അവരെ കൊണ്ട് അത് തിരിച്ചടവ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനം നാളെയും ശക്തമായ രീതിയിൽ നിലനിൽക്കാൻ നിങ്ങളുടെ ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന അകമഴിഞ്ഞ രീതിയിലുള്ള സഹായവും പ്രോത്സാഹനവും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം നിങ്ങളുടേതാണ് എന്നുള്ള ഇന്നത്തെ ഉൾക്കാഴ്ച അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. സെക്രട്ടറി ആർ രജീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺസ്യൂമർ ഫെഡ് മുൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ രാമനുണ്ണി വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, എൻ പി അബ്ദുള്ള ഹാജി, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിജു പി, പുറന്തോടത്ത് സുകുമാരൻ, മടപ്പള്ളി മോഹനൻ, പ്രദീപൻ കെ, പി എസ് രഞ്ജിത് കുമാർ, സുനിൽ കുമാർ, റീത്ത സുനിൽ, ഷീബ പി, അംബിക, സൗമിനി എം, ഷിജിന കെ പി, വിജീഷ് ഇ എസ്, ദീപ ടി പി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. Krishna
ആമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയാൽ കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലോടൊഴുകി വന്നു ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം